നടി തൃഷയ്ക്കെതിരായ ഉദയനിധി സ്റ്റാലിന്റെ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. ജാമ്യത്തിലിറങ്ങിയ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സഭയിലെത്തും. TVK സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് രാവിലെ 10 മണിക്ക് ധനമന്ത്രി മാരി വിൽസൺ സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് TVK നൽകിയ വാഗ്ദാനങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സ്ത്രീകൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കൽ, മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര, 200 യൂണിറ്റ് വൈദ്യുതി തുടങ്ങിയ പ്രധാന വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. ജാമ്യം നേടി ചെന്നൈയിൽ തിരിച്ചെത്തിയ ഉദയനിധിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ചെന്നൈയിലും ഒരുക്കിയത്. തഞ്ചാവൂരിലും സ്വീകരണം, ചെന്നൈയിലും സ്വീകരണം. ഇന്നിനി സഭയിലെത്തുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് നേരിട്ട് കാണാം. രക്ഷാപ്രവർത്തനം നടത്തിയ ഇത് തഞ്ചാവൂരിൽ ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും എയർപോർട്ടിൽ എത്തിയപ്പോഴും വലിയ സ്വീകരണമാണ് നൽകിയത്. അതുതന്നെ അതിന്റെ സൂചനയാണ്. ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നു. ചെന്നൈയിൽ നിന്നും MG പ്രതീഷ് തത്സമയം നമുക്കൊപ്പം ചേരുന്നു. MG പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. കാലേ വണക്കം വേണ്ട തമ്മി, എങ്ങനെ ഇരിക്കുക കാര്യങ്ങൾ? ரொம்ப പ്രമാദമായി ഇരിക്ക. അവിടെ എന്താ അവസ്ഥ? ഇന്നിപ്പോ ചൂട് പിടിക്കുമെന്ന് തോന്നുന്നു അല്ലേ? തൃശയുടെ പേരിൽ ആ ദ്വയാർത്ഥ പരാമർശത്തിന്റെ പേരിൽ ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു. ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറി. ബജറ്റ് സമ്മേളനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടോ? ഇന്ന് നിയമസഭയിലേക്ക് വരുന്നത് വളരെ ആവേശത്തിലായിരിക്കുമോ സ്റ്റാലിൻ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും. കാരണം ഇന്നലെ രാത്രി വൈകിയും നാടകീയതകൾക്ക് ഒട്ടും കുറവില്ലായിരുന്നു. തഞ്ചാവൂരിൽ നിന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. തഞ്ചാവൂരിൽ എങ്ങനെയായിരുന്നു അതേ സ്വീകരണം, ആവേശമായിരുന്നു ചെന്നൈ വിമാനത്താവളത്തിലും DMK പ്രവർത്തകർ ഒരുക്കിയത്. മാത്രമല്ല, താൻ എന്താണോ പറഞ്ഞത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അറസ്റ്റ് തുടങ്ങിയ ആ നിമിഷം മുതൽ തന്നെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമായിരുന്നു DMKയുടെ ഭാഗത്ത് നിന്ന്. പിന്നീടാണ് ജുഡീഷ്യൽ കസ്റ്റഡി വേണ്ട, ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നൊരു തീരുമാനമെടുക്കുകയും രാത്രിയോടുകൂടി 1 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ഉദയനിധി സ്റ്റാലിനെ വിട്ടയച്ചത്. ഈ പ്രധാനമായും ഇന്ന് ഇതിന്റെ ഒരു രണ്ടാം ഘട്ടമാണ്. അതായത് വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഈ ബഡ്ജറ്റിന്റെ തലേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തത് ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉദയനിധി സ്റ്റാലിൻ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ് പ്രധാനമായും DMK ആരോപണമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നലെ സഭയ്ക്കകത്ത് എങ്ങനെയായിരുന്നോ പ്രതിഷേധം, ആ പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് അകത്തും തീർക്കാൻ തന്നെയാണ് DMKയുടെ തീരുമാനം. ഇന്നലെ ചേർന്ന ആ പാർട്ടി യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം മന്ത്രിമാർക്കും MLA-മാർക്കും DMK നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ബഡ്ജറ്റ് സമ്മേളനവുമായി പ്രതിപക്ഷം സഹകരിക്കുമോ അതോ തുടക്കം മുതൽ തന്നെ സഭയിൽ പ്രതിഷേധം തീർക്കാനാണോ DMKയുടെ തീരുമാനം എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പക്ഷേ DMKയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും TVK തള്ളുകയാണ്. സ്ത്രീകൾക്കൊപ്പമാണ് തങ്ങൾ എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ അറസ്റ്റിലൂടെ ഉയർത്തിക്കാട്ടിയത് എന്ന വിശദീകരണമാണ് പ്രധാനമായും TVK മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയാണ് തമിഴ്നാട് വച്ചു പുലർത്തുന്നത്. കാരണം ഈ അധികാരത്തിലെത്തുന്ന ഘട്ടം മുതൽ തന്നെ വിജയ് സ്ത്രീകൾക്കൊപ്പമാണ് താൻ എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു. സ്ത്രീകളുടെ വോട്ട് വാങ്ങിയാണ് താൻ ജയിച്ചത് എന്നതാണ് വിജയ് അധികാരത്തിലെത്തിയതിനു ശേഷം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ, നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഴുവൻ KSRTC ബസ്സുകളിലും സ്വകാര്യ ഒഴികെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയായിരിക്കും പ്രധാന പ്രഖ്യാപനമായി ഒരുപക്ഷെ വരുന്നത്. മറ്റൊന്ന് സ്ത്രീകളുടെ സാമ്പത്തിക സഹായമാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി 2500 രൂപ പ്രതിമാസ പണം നൽകുമെന്നതായിരുന്നു. ഒരുപക്ഷെ നിലവിൽ 1000 അതൊരു 1500 ഉയർത്താനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും തുടക്കം മുതൽ തന്നെ സഭ പ്രക്ഷുബ്ധമാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങളെ ആ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കാനാണ് TVKയുടെയും തീരുമാനം. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് എപ്പോഴാണോ ഉദയനിധി സ്റ്റാലിൻ സഭയിലേക്ക് വരുന്നത് ആ സമയത്ത് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങാം.